Hi dears, welcome to Malayali's Talks. Hello dears, welcome back to my channel. Calicut University 3rd semester BCom and BBA MDC മലയാളത്തിലെ മൊഡ്യൂൾ 1-ലെ ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. പ്രാചീന കേരളത്തിൻ്റെ വൈദേശിക ബന്ധങ്ങൾ. അപ്പം അതിൽ ഇന്ന് എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. ആദ്യത്തെ പാർട്ട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ എങ്ങനെയൊക്കെയാണ് വൈദേശിക ബന്ധങ്ങൾ വന്നതെന്ന്. സമൃദ്ധിയും സംസ്കാരവും നിറഞ്ഞു നിന്ന് നമ്മുടെ കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ മറ്റ് പ്രദേശങ്ങളായിട്ടും വിദേശ രാജ്യങ്ങളായിട്ടുള്ളൊരു വ്യാപാരികമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ സിന്ധു നദീതട സംസ്കാരവുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കേരളവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില രാജ്യങ്ങളെ കുറിച്ചിട്ടാണ്. വൈദേശിക കച്ചവടങ്ങൾ നടത്തിയിരുന്ന ചില രാജ്യങ്ങളെ കുറിച്ചിട്ടാണ്. ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഗ്രീക്കുകാരും റോമാക്കാരുമാണ്. BC 1-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ കേരളവുമായി ഏറ്റവും അധികം വ്യാപാരം നടത്തിയിട്ടുള്ള ആളുകളാണ് ഗ്രീക്കുകാർ. അവർ ഈജിപ്തിൽ നിന്നും വീഞ്ഞ്, പിച്ചള, ഈയം, ഗ്ലാസ് തുടങ്ങിയവയൊക്കെ ആയിട്ട് മുസിരിസ് എന്ന പട്ടണത്തിലെത്തും. അവിടെ നിന്ന് കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ആനക്കൊമ്പ്, മസ്ലിൻ തുണി, മുത്ത്, കറുവപ്പട്ട ഇവയൊക്കെ കപ്പൽ നിറയെ നിറച്ചിട്ട് അവരെന്ത് ചെയ്യും, തിരിച്ചു പോകും. അപ്പോൾ ഈ ഗ്രീസിന് കേരളമായിട്ടുള്ള വാണിജ്യ ബന്ധത്തിന് ഭാഷാശാസ്ത്രപരമായിട്ടുള്ള തെളിവുകൾ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഗ്രീക്കുകാർക്ക് ശേഷം കേരളവുമായിട്ടൊരു കച്ചവട ബന്ധം സ്ഥാപിച്ചവരാണ് റോമാക്കാർ. റോമാക്കാര് ഈജിപ്ത് കീഴടക്കിയതോട് കൂടിയിട്ട് സ്ഥിതി ആകെ മാറി. അതായത് ഇടനിലക്കാരൊന്നും ഇല്ലാതെ അവര് കേരളത്തിലേക്ക് വന്നു. സംഘം കൃതികളിലും പെരിപ്ലസിന്റെ ഗ്രന്ഥകാരായിട്ടുള്ള പ്ലിനി, ടോളമി ഇവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കേരളവും റോമും തമ്മിലുള്ള ഒരു പ്രശസ്തമായ വ്യാപാര ബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ രേഖകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ക്രിസ്തുവർഷ ആരംഭത്തിന് മുമ്പേ തന്നെ കേരളവും റോമും തമ്മിൽ വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. എങ്കിലും AD 1-2 നൂറ്റാണ്ടുകളിലാണ് ഈ ഒരു വ്യാപാര ബന്ധം കുറച്ചുകൂടി ഉച്ചകോടിയിലെത്തിയത്. കാലവർഷക്കാറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഇന്ത്യയിലേക്ക് പായ്ക്കപ്പൽ വഴി വരാമെന്ന് ഹിപ്പാലസ് കണ്ടുപിടിക്കേണ്ടായി. അങ്ങനെ കണ്ടുപിടിച്ചതോടു കൂടിയിട്ട് റോമാക്കാരും ഇന്ത്യക്കാരും വ്യാപാരത്തിൽ ദുർലഭമായിട്ടേ കണ്ടുമുട്ടിയുള്ളൂ. അതായത് കാലവർഷക്കാറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഇന്ത്യയിലേക്ക് പായ്ക്കപ്പൽ വഴി വരാമെന്ന് ഹിപ്പാലസ് കണ്ടുപിടിക്കുന്നത് വരെയും ഈ റോമാക്കാരും ഇന്ത്യക്കാരും തമ്മിൽ വലിയ കണ്ടുമുട്ടലുകളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് മാത്രമാണ് കണ്ടുമുട്ടിയിരുന്നുള്ളൂ. പക്ഷെ ഇതുകൂടി കണ്ടുപിടിച്ചോടു കൂടിയിട്ട് എന്താണ്ടായേ, അവർ കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു ബന്ധത്തിലേക്ക് വന്നു. അവരുടെ വ്യാപാരത്തിലെ മധ്യവർത്തികൾ എന്ന് പറയുന്നത് അലക്സാൻഡ്രിയയിലെ യവനരും സിറിയയിലെ യഹൂദരും അർമേനിയയിലെ അറബികളും ഒക്കെ ആയിരുന്നു. ഇനി ഇവരുടെ പ്രധാന കയറ്റുമതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കേരളത്തിൽ നിന്ന് ആന, സിംഹം, കാണ്ടാമൃഗം, പാമ്പ് ഇവയൊക്കെ വിനോദാർത്ഥം അവർ റോമിലേക്ക് കൊണ്ടുപോയി. അതുപോലെ നമ്മുടെ ഇന്ത്യൻ തത്തകളെ അവർ പോറ്റി വളർത്തി. ആനക്കൊമ്പും കവിടിയും ആമത്തോടും ആഭരണ നിർമ്മാണത്തിന് വേണ്ടി അവർ വാങ്ങി. ഇന്ത്യയിലെ മുത്തുകൾ അണിയുന്നതിലും മസ്ലിൻ തുണികൾ ധരിക്കുന്നതിലും റോമൻ സ്ത്രീകൾ വലിയ താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. ഇവിടെ നിന്ന് വൻതോതിൽ കയറ്റുമതി ചെയ്തിരുന്നത് ഔഷധങ്ങളും മസാലക്കൂട്ടുകളുമാണ്. കൂടാതെ കുരുമുളക്, അകിൽ, പഞ്ചസാര, ചുക്ക്, കൊട്ടം ഇവയൊക്കെ റോമാക്കാർക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതുപോലെ നമ്മുടെ നല്ലെണ്ണയും അരിയൊക്കെ റോമാക്കാരുടെ പ്രിയപ്പെട്ട ഭക്ഷണ സാധനങ്ങളാണ്. പ്രഭുക്കന്മാരും രാജാക്കന്മാരും മാളികകൾ പണിയാൻ വേണ്ടിയിട്ട് തേക്കും ഇരുളും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അതൊക്കെ നമ്മുടെ ഇവിടെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ച എല്ലാ വിലപിടിച്ച രത്നങ്ങൾക്കും റോമിൽ വലിയ പ്രിയമായിരുന്നു ഉണ്ടായിരുന്നത്. പ്ലിനി ഇന്ത്യയെ രത്നദാത്രി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. പ്ലിനി എന്ന് പറയുന്നത് ഗ്രന്ഥകാരനാണ് കേട്ടോ. ഏറ്റവും ഉയർന്ന തരത്തിലുള്ള രത്നങ്ങൾ അയക്കാൻ കഴിവുള്ള രാജ്യമായിരുന്നു ഇന്ത്യ. അതുകൊണ്ടാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഇവയിൽ വൈരക്കല്ലിനായിരുന്നു പ്രഥമ സ്ഥാനം. രാജാക്കന്മാരാണ് ഇത് വാങ്ങിയിരുന്നത്. മുസിരിസ് എന്ന പട്ടണത്തിൽ നിന്നും നെൽക്കിണ്ടിയിൽ നിന്നൊക്കെയാണ് ഇത് കൂടുതലായിട്ട് അവർ വാങ്ങിയിരുന്നത്. അതുപോലെ കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം കയറ്റി അയച്ചിരുന്നത് കുരുമുളകാണ്. പ്രാചീന കാലം മുതൽ തന്നെ പാശ്ചാത്യരുടെ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന സുഗന്ധദ്രവ്യമാണ് കുരുമുളക്. ഭക്ഷണത്തിന് രുചി കൂട്ടാനും മാംസം കേടുകൂടാതെ സൂക്ഷിക്കാനും അത് പ്രയോജനപ്പെട്ടു. ഔഷധം എന്ന നിലയിലും പ്രചാരമുണ്ട്.
അഗസ്തസ് സീസറുടെ കാലം മുതൽ കുരുമുളക് റോമക്കാർക്ക് പഥ്യമായി. റാത്തലിന് 15 ദീനാരത്തിൽ കവിഞ്ഞതാണ് അതിൻ്റെ വില. അതിലധികം വില കൊടുത്ത് വാങ്ങാനും ആളുകളുണ്ടായിരുന്നു. കാലവർഷക്കാറ്റിൻ്റെ കണ്ടുപിടുത്തത്തെ തുടർന്നുണ്ടായ യാത്രാ സൗകര്യങ്ങളിലൂടെ കുരുമുളകിൻ്റെ വില ഇടിഞ്ഞു. എങ്കിലും ആവശ്യക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇറക്കുമതി ധാരാളമായി. ഇവിടെ നിന്നും കൊണ്ടുപോയിരുന്ന ഗന്ധമുകുടങ്ങൾ റോമിലെ പ്രഭുകുമാരികൾ ശിരസിലണിഞ്ഞു. ചെമ്പും ഈയവും മദ്യവും പാഷാണവും കണ്ണാടിയുമൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ. കയറ്റുമതിയുടെ തുക ഇറക്കുമതിയേക്കാൾ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശ വ്യാപാരം കേരളത്തിന് അനുകൂലമാണ്. മിച്ചമായ തുകയ്ക്ക് സ്വർണം, വെള്ളി എന്നീ നാണയങ്ങൾ ഇറക്കുമതി ചെയ്തു. റോമിൽ നിന്ന് ആണ്ട് തോറും 550 കോടി സെറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു സെറ്റേഴ്സ് 50 പൈസയാണ്. ആ നാണയം ഇന്ത്യയിലേക്ക് പ്രവഹിച്ചു. ഈ വ്യാപാരം കാരണം റോമിന് കൊല്ലം തോറും 100 കോടി സെറ്റേഴ്സ് നഷ്ടമുണ്ടായി. റോമും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിച്ചപ്പോഴേക്കും ധാരാളം റോമാക്കാർ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി. റോമാക്കാർ ഇവിടെ വന്ന് താമസിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അരിക്കമേട്ടിൽ നടത്തിയ ഖനനത്തിൽ നിന്ന് അവിടെ റോമൻ വ്യാപാരികളുടെ ഒരു താവളം ഉണ്ടായിരുന്നതായിട്ട് തെളിഞ്ഞു. എയ്യാൽ, കണ്ണൂർ, പറവൂർ, ഉദയംപേരൂർ തുടങ്ങിയ ഒട്ടേറെ സ്ഥലങ്ങളിൽ നിന്നും റോമൻ നാണയങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. AD 3-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ സ്ഥിതിയിൽ മാറ്റം വന്നു. സാമൂഹികവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ കൊണ്ട് റോമൻ സാമ്രാജ്യം ശിഥിലമായി. അത് നമ്മുടെ വ്യാപാര ബന്ധത്തെ ബാധിച്ചു. AD 3-ാം നൂറ്റാണ്ടിന് ശേഷം നാണയങ്ങളൊന്നും തന്നെ കേരളത്തിൽ നിന്നും കണ്ടുകിട്ടിയിട്ടില്ല എന്നത് ഇതിൻ്റെ സൂചനയാണ്. പിന്നീട് ബൈസൺടൈൻ ചക്രവർത്തിമാരുടെ കാലത്ത് റോമാക്കാരുടെ വാണിജ്യ ബന്ധങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചു. പക്ഷെ അവർ നേരിട്ട് കേരളവുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നില്ല. അറബികൾ, പേർഷ്യക്കാർ തുടങ്ങിയിട്ടുള്ള ഇടത്തട്ടുകാർ വഴിയാണ് അവർ വ്യാപാരം നടത്തിയിരുന്നത്. അങ്ങനെ AD 7-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കേരളമായിട്ടുള്ള വ്യാപാരം മിക്കവാറും അറബികളുടെ നേതൃത്വത്തിലായി എന്നാണ് പറയുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അറബികളും പേർഷ്യക്കാരുമായിട്ടുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. നന്നായി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ എളുപ്പമാണ് ഈ ചാപ്റ്റർ. അതായത് വ്യാപാര ബന്ധങ്ങളെ കുറിച്ചാണ് കൂടുതലായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.